പി ജയരാജനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം പാർട്ടിക്കുള്ളിൽ നടന്നു എന്ന വികാരം കണ്ണൂരിലെ പാർട്ടി സഖാക്കൾക്ക് മാത്രമല്ല കേരളത്തിൽ അങ്ങനെ ഒരു വികാരമുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ജയരാജൻ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ആൾ വന്നു, മത്സരത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ പാർട്ടി സെക്രട്ടറി ചുമതല ഏൽപ്പിച്ചു കൊടുത്തില്ല. അതേപോലെ എം വി ജയരാജൻ മത്സരിച്ചു, പരാജയപ്പെട്ടു. പക്ഷേ എം വി ജയരാജൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ മറ്റു ഒട്ടേറെ വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. അപ്പോൾ രണ്ടുപേർക്ക് രണ്ട് നീതി എന്ന നിലയിലുള്ള ഒരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, പി ജയരാജൻ RSSൻ്റെ അതിപൈശാചികമായ അക്രമത്തിന് വിധേയമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സഖാവാണ്. അങ്ങനെയുള്ള ഒരു വികാരവും കണ്ണൂരിലെ ജനങ്ങൾക്ക് ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അങ്ങനെ വന്ന ഒരു സഖാവിനെ പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുത്താൻ ഇപ്പോൾ ജയരാജന് അനുകൂലമായി പലയിടത്തും ഫ്ലെക്സ് ബോർഡുകളും മറ്റും വെച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ വിമർശനം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ജയരാജന് അനുകൂലമായി പാട്ടെഴുതി എന്നുള്ള നിലയിൽ അതിനെതിരായിട്ടുള്ള വലിയ വിമർശനം ഉണ്ടായി. ഇതൊക്കെ കൂട്ടി വായിച്ചുകൊണ്ടാണ് ഇത്ര വലിയ ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു നേതാവിന് ഈ പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന വികാരത്തിൻ്റെ മേലെയാണ് ജയരാജനോട് ഈ ഒരു മനോഭാവം പാർട്ടി സഖാക്കളിൽ വളർന്നു വന്നത്. അതും ഞാനീ പറഞ്ഞ പല തെറ്റായ നിലപാടുകളെയും ജയരാജൻ എതിർക്കാൻ സന്നദ്ധമായി എന്നതുകൊണ്ടാണ് ജയരാജനെ ഒറ്റപ്പെടുത്താനും ക്രൂശിക്കാനും തയ്യാറായത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഈ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഈ ഒരു റിസോർട്ട് നിർമ്മാണവും മറ്റ് സംഭവങ്ങളുണ്ടല്ലോ, അതെങ്ങനെയാണ് കണ്ണൂരിൽ പി ജയരാജൻ പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചതും അതിനെങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്തത്? അങ്ങനെ ഉണ്ടായിരുന്ന ഏറ്റവും ഒടുവിൽ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് തൊട്ട് മുമ്പ് എന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി ശാസിക്കാൻ തീരുമാനിച്ചു. ആ ശാസിക്കാൻ തീരുമാനിച്ചത് ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ 2 വിമർശനങ്ങൾ ഉന്നയിച്ചതിൻ്റെ മേലെയാണ്. മറ്റ് സാമ്പത്തിക വിഷയങ്ങൾ നേരത്തെ ഉള്ളത്, അത് പുതിയ വിഷയമല്ല. പുതുതായി 2 വിഷയങ്ങൾ ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. അതൊന്ന് ഇ പി ജയരാജൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടും ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉള്ള ഒരു വിഷയം. ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ വിമർശനം ഉന്നയിച്ചത്. കാരണം ആ റിസോർട്ട് ഇപ്പോൾ ആരുടെ കയ്യിൽ എന്നതെല്ലാം അന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. അതിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വിമർശനം. 2 പയ്യന്നൂരിലൊരു സഹകരണ സ്ഥാപനം 20 കോടി രൂപക്ക് ഭൂമി വാങ്ങിയത്. ഈ 2 വിഷയം ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചതാണ്, പുറത്തോടി ആക്ഷേപം ഉന്നയിച്ചതല്ല. അതിൻ്റെ മേലെ അന്വേഷണ കമ്മീഷനെ വെച്ച് ഇത് നേതാക്കന്മാരെ ക്രൂശിക്കാനുള്ള അവമതിപ്പ് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചതെന്ന് പറഞ്ഞ് എന്നെ ശാസിക്കാൻ തീരുമാനിച്ചു പാർട്ടി ജില്ലാ കമ്മിറ്റി. അത് 2025. അതിനുശേഷം ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ നടപടിക്ക് ശേഷം 10-15 കമ്മിറ്റി യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഒരാളും എൻ്റെ അടുത്ത് എന്തുകൊണ്ട് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നില്ല, അതേ തുടർന്നാണ് ഈ എൻ്റെ അഭിമുഖവും എന്ന് പറഞ്ഞാൽ ഈ ശാസിക്കാൻ തീരുമാനിച്ച യോഗത്തിന് ശേഷം ഞാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോയിട്ടില്ല. 26 ജനുവരി വരെ ജില്ലാ കമ്മിറ്റി യോഗം പങ്കെടുത്തിട്ടില്ല. ഈ നടപടിക്ക് ശേഷം ഞാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ഒരാളും എന്തുകൊണ്ട് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് അന്വേഷിക്കാനോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ പോലും തയ്യാറായിട്ടില്ല. ഇ പി ജയരാജൻ വീട്ടിലെ ജാവ്ദേക്കർ വന്നത് വലിയ വിവാദമായിരുന്നു. ആ സന്ദർശനം എന്തിനു വേണ്ടിയായിരിക്കാം എന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ RSSുമായുള്ളൊരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നതാണ് ഞാൻ അനുമാനിച്ചത്. പക്ഷെ പിന്നീട് ചിലരെയൊക്കെ അത് പങ്കുവച്ചപ്പോൾ അത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് ജയരാജനെ ജാവ്ദേക്കർ വന്ന് കണ്ടത് എന്ന നിലയിൽ ഒരു പുതിയ വിവരം എൻ്റെ മുമ്പിൽ വന്നു. അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ
കേരളത്തിൽ അയാൾ വന്ന് EP ജയരാജനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു CPM-ൻ്റെ ഒരു ലീഡറെ ഈ ജാവദേക്കർ വന്ന് കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉദ്ദേശമുണ്ടല്ലോ. CPM പറഞ്ഞതുപോലെ ചായ കുടിക്കാൻ കയറി എന്ന് പറഞ്ഞാൽ അതൊരാൾ വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, എന്താന്ന് നമുക്കിപ്പോൾ അറിയില്ല. അത് ഈ റിസോർട്ടുമായും ബന്ധമുണ്ട് എന്ന ഒരു കേൾവി കൂടിയുണ്ട്. അതുൾപ്പെടെയാണ് ഞാൻ നേരത്തെ ഉന്നയിച്ചത്. അപ്പൊ അതിന് മറുപടി ഒന്നും കിട്ടിയില്ല പാർട്ടി ഫോറങ്ങളിൽ? ഒരു മറുപടിയും കിട്ടിയില്ല. താങ്കളത് റേസ് ചെയ്തതിന് ശേഷമാണോ നേരത്തെ ശ്രീത്ത് ചോദിച്ച പോലെ P ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് കൊണ്ടുവരുന്നത്? അതല്ല, അതിനു മുമ്പ്. ഈ കാരണങ്ങളാണോ ജയരാജനെയും ഒക്കെ പാർട്ടിയിൽ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ? അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അങ്ങനല്ലേ, സംസ്ഥാന കമ്മിറ്റിയാണല്ലോ ഈ കാര്യങ്ങൾ. അയാൾക്കുള്ള അഭിപ്രായങ്ങൾ അയാൾ സംസ്ഥാന കമ്മിറ്റിയിലാണ് പറയുന്നത്. അയാൾ ജില്ലാ കമ്മിറ്റിയിൽ ഒരിക്കലും ഈ കാര്യങ്ങൾ പറയുന്നില്ല. കാരണം അയാൾ ഏത് ഘടകത്തിലാണോ ആ ഘടകത്തിലേക്ക് പറയാൻ പറ്റും. ആ നിലയിൽ ഉള്ളതാണ്. കണ്ണൂരിൽ RSS CPM സംഘടനകളുടെ വലിയൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ധനരാജിൻ്റെ ഉണ്ടായി, അത് തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഉണ്ടായി. പിന്നെ അത് ഏകദേശം നിന്നു, അത് അവസാനിച്ചു. അപ്പോൾ അതിന് വലിയ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ RSSുമായുള്ള ഡീല് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചർച്ച നടത്തിയിട്ടാണ്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അത് ഡീലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു ചർച്ചയെ തുടർന്നാണ് അവസാനിപ്പിച്ചത്. ശ്രീ M മുൻകൈ എടുത്തുകൊണ്ട് ഒരു ചർച്ച നടത്തിയതിനെ തുടർന്നാണ് കണ്ണൂരിലെ ഈ കൊലപാതക രാഷ്ട്രീയം ഒരു പരിധിവരെ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിച്ചത് അതിനുശേഷം തന്നെയാണ്. അതൊരു നല്ല നടപടിയായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? നല്ല നടപടി തന്നെ. കാരണം അക്രമം ഒന്നിനും പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അക്രമം ഒഴിവാക്കണം എന്ന അഭിപ്രായം തന്നെയാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച CPM-കാർ ഉന്നയിച്ച ആക്ഷേപം, എനിക്കെതിരെ ഒരു കേസും നിലവിലില്ല, എനിക്കെതിരെ ഗുണ്ടാമർദ്ദനം ഉണ്ടായിട്ടില്ല, പോലീസ് മർദ്ദനം ഉണ്ടായിട്ടില്ല, ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല എന്നൊക്കെയാണ് എനിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പയ്യന്നൂരിൽ CPM നേതൃത്വം വ്യാപകമായ തോതിൽ പ്രചരിപ്പിച്ചത്. അപ്പം അക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതെല്ലാ കാലത്തും. താങ്കളൊക്കെ എന്നൊരു ഗാന്ധിയനായിരുന്നു. ഗാന്ധി എന്ന് പറഞ്ഞുകൂടാ, ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു റോങ് പാർട്ടിയിലായിരുന്നു ഇത്രയും നാളും? അല്ല, CPM ഒരിക്കലും റോങ് പാർട്ടി എന്നല്ല. ഈ അക്രമ സംഭവങ്ങളെല്ലാം പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്നുള്ള വിശ്വാസം എനിക്കില്ല. പാർട്ടി പല കാരണങ്ങളാലും അത് ഏറ്റെടുക്കാൻ പിന്നീട് നിർബന്ധിക്കപ്പെടുന്നതാണ്. വളരെ അപൂർവം സംഭവങ്ങൾ ചിലപ്പോൾ പാർട്ടി ആലോചിച്ച് ചെയ്യുന്നത് ഉണ്ടാകാം. അതല്ലാതെ നടക്കുന്ന സംഭവങ്ങളിൽ ബഹുഭൂരിപക്ഷവും നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷേ നേതൃത്വത്തിന് ഏറ്റെടുക്കേണ്ടി വരുന്നു എന്ന ഒരു അവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങ് പാർട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും കുറെ കാലം വിട്ടു നിൽക്കുകയും ഇത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ചർച്ചയാവുകയൊക്കെ ചെയ്തതാണ്. ആ സമയത്ത് ആരാണ് കോൺഗ്രസിൽ നിന്നൊക്കെ അങ്ങേ ബന്ധപ്പെട്ടിരുന്നത്? ഇത്തരമൊരു ബലം നൽകുന്നത് എന്തായാലും പുറത്തുനിന്നൊരു ബലവും ഒക്കെ ഉണ്ടാവണം ഇതിനകത്ത്. അങ്ങനെ ഒരു ബലവും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു നിന്നുണ്ടായിട്ടില്ല. എന്നെ ഒരു പാർട്ടിക്കാരും വന്നിട്ടുമില്ല, സമീപിച്ചിട്ടുമില്ല. ഞാൻ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിക്കുന്നത് തന്നെ CPM-മായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ ഉൾപ്പെടെ സമ്മർദ്ദത്തിന് വിധേയമായി കൊണ്ടാണ്. ഈ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരുന്നെന്നും അങ്ങനെയാണ് UDF-ന്റെ ഒരു നിരുപാധിക പിന്തുണ ലഭിച്ചതെന്നും കേട്ടിരുന്നു. ഒന്നുമില്ല. ഷിബു ബേബി ജോൺ താങ്കൾ ഒന്നും കണ്ടില്ലേ? അത് ഈ ഇവരുടെ യാത്രയില്ലേ, UDF-ന്റെ VD സതീശൻ നയിച്ച യാത്ര, ആ യാത്രയുടെ ഉദ്ഘാടനത്തിന് ഷിബു ബേബി ജോൺ കാസർഗോഡ് പോയി തിരിച്ചു വരുന്ന വഴി കാറിലാണ് വന്നത്. കല്യാശ്ശേരി നായനാരുടെ വീട്ടിലൊന്ന് കയറണം, അയാൾ വന്നപ്പോഴെല്ലാം പോകാറുണ്ട്, അങ്ങനെ പോകുന്ന വഴിക്ക് വീട്ടിൽ വന്നു എന്നുള്ളതാണ് അയാൾ പറഞ്ഞ ഒരു കാര്യം. വന്നിരുന്നു. ആ സമയത്താണ് ഈ
യാത്ര നടത്തുന്ന സമയത്താണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ അല്ല, ഷിബു ബേബി ജോൺ ഈ മലബാറിൽ RSPക്ക് എന്ത് സ്വാധീനമുള്ളത്? അല്ല, ശ്രീത്ത് ചോദിച്ച ചോദ്യത്തിന് കോൺഗ്രസിൽ നിന്ന് ആദ്യമായിട്ട് ആരാണ് ഇല്ല താങ്കളെ ഇല്ല, contact അങ്ങനെ ചെയ്തത്? ഒരാളും കോണ്ടാക്ട് ചെയ്തില്ല. ഇതുവരെ ആരും ഇല്ല contact ഇല്ല ഇല്ല. അല്ല, ഈ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാലും അതിൽ ആരാണ് അങ്ങനെയാണ് UDFന്റെ. അതായത് അങ്ങനെ ഒരു പേര് പറയാനുള്ള ഒരു നിലയൊന്നും ഉണ്ടായിട്ടില്ല. പിന്തുണ അങ്ങേക്ക് അങ്ങനെ ഒരു പേര് പറയാനുള്ള ഒരു നിലയൊന്നുമില്ല. പിന്തുണ UDF എന്നുള്ള രീതിയിൽ ഈ UDF എന്നെ പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടും പയ്യന്നൂരിലെ UDFനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ബന്ധപ്പെട്ട് സംസാരിച്ച് പരിഹരിക്കുകയാണ് ചെയ്തത്. UDF സ്ഥാനാർത്ഥി എന്ന് അറിയപ്പെടാൻ ആഗ്രഹമില്ല എന്നുള്ളതെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആരുടെയും പിന്തുണ സ്വീകരിക്കും. ഞാൻ UDF സ്വതന്ത്രനല്ല, ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ആര് പിന്തുണക്കാൻ തീരുമാനിച്ചാലും തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ പിന്തുണ സ്വീകരിക്കും.